ഹലോ. ഹലോ. നീ ഇതെവിടെയാ? ഞാൻ വീട്ടില്. വീട്ടിലുണ്ടോ? പിന്നെ കൺഫേം ആണോ? ആന്ന്. പിന്നെന്താ എനക്ക് വിളിച്ചാൽ ഫോൺ എത്താല്? അതെന്താന്നറിയോ? അതെ. ഉം. അല്ലാണ്ട് ചിരിച്ച് മയക്കണ്ട, എന്താന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഉറങ്ങിപ്പോയതാ. കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ. എന്നാലും ഉറങ്ങിയാലും ഒരു കോള് വരുമ്പോൾ അത്യാവശ്യം വൈബലിറ്റി ചെയ്യുമ്പോൾ എണ്ണിച്ച് ഫോൺ നോക്കിക്കൂടെ? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ സ്വഭാവം? എന്നാലും ഇത്രയും വിളിക്കുമ്പോൾ ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലായിക്കൂടെ? അല്ല, എന്തായിരുന്നു അത്യാവശ്യം? പല അത്യാവശ്യങ്ങളും ഉണ്ടാവും, എന്നാലും ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് എടുക്കാനുള്ള ഒരു ഇത് കാണിച്ചുകൂടെ എനക്ക്? ഞാനിപ്പോൾ എടുത്തല്ലോ. ഇപ്പം എല്ലാം എടുത്തേ, എത്ര നേരം കൊണ്ട് വിളിക്കുവോ? എന്താണ് കാര്യം? അത് കാര്യം എന്താന്ന് അറിഞ്ഞാൽ ഈ ഫോൺ എടുക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോ. ഞാനതല്ല ചോദിച്ചത്. ഫോൺ എടുക്കാത്ത എന്താണെന്നറിയോ? എന്തേ? അതെ, സൈലന്റ് ആയിരുന്നു. ഒന്നും അറിയണില്ല, കോള് വരുന്നത് ഒന്നും അറിയണില്ല. ഞാൻ കടയിൽ നിന്നിട്ടാണ് വിളിച്ചത്. എന്ത് പറ്റി? എനിക്ക് ഡ്രസ്സ് എടുക്കാൻ. അയ്യോ. എന്നാലും എനക്കൊന്ന് ഫോണൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഓർക്കത്തിൽ എങ്ങനെ പൊട്ടാ നോക്കാം. ആ സൈലൻ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? വൈബ്രേറ്റ് ആയിക്കൂടെ? ഇങ്ങനെ കിടന്ന് വിളിക്കും. കിട്ടുന്നൊന്നും വിളിച്ചില്ല, ഒരു 6 തവണ കാക്കുമില്ല. വിളിച്ചു. ഞാൻ ഉറക്കത്തിൽ കുറെ ആൾക്കാർ എന്നെ വിളിക്കും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം. അങ്ങനെയൊക്കെ അനക്ക് ആയിട്ട് ആരോട് ഉത്തരം വിളിക്കാനുള്ളത് അവിടെ അതിന്? വിളിച്ചാല് പിന്നെ ഫോൺ വെക്കൂലേ? ഓ, അപ്പം എന്നെയാണ് അതിൽ തൂക്കല്ലേ? നിങ്ങളതല്ല. പിന്നെ നിങ്ങൾ അഞ്ചാലിക്ക് അറിയാലോ. എൻ്റെ കയ്യിൽ മാത്രം വേറെ ഉണ്ടെന്നായിരിക്കും, വല്ല തെറിവിളിയായിരിക്കും. അങ്ങനൊന്നല്ല, ഒരു സോങ്ങാണ്. എന്നാലും ഫോൺ എടുക്കാമായിരുന്നു. ഞാൻ എത്ര തവണ വിളിച്ചു, എനിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഡ്രസ് എടുത്തില്ലേ? ഇല്ല. അതെന്താ? എന്നെ വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കണ്ട, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് എടുക്കണ്ടേ? നല്ല കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തോണ്ട് വന്നിട്ട് അവിടെ ഇരിപ്പോണ്ട് പോയി. ഇനിയിപ്പോൾ അത് ഫ്രെയിം ചെയ്യേണ്ടി വരും മിക്കവാറും. ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടാ. ഇടയ്ക്ക് പോകുമ്പോൾ ഇടാറുണ്ട്, ഇടയ്ക്ക് ഫ്രെയിം ചെയ്യണമെന്നും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നത്. എനിക്ക് ഫോൺ എടുക്കാനും വയ്യ. ഞാൻ നാളെ പോവോ? ഇനി നാളെയൊന്നും പോവില്ല, ഇനി കുറച്ച് തിരക്കൊക്കെ കഴിയുമ്പോൾ ഇനി പോകും. ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം ഇന്ന് തന്നെ നടക്കട്ടെ, കുറേ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്നെ ഇന്ന് വിളിച്ചത്. അപ്പോൾ എനിക്ക് ഇന്ന് ഫോൺ എടുക്കാൻ ഭയങ്കര മടി. സാധാരണ വിളിക്കുന്നതിന് മുന്നേ ഫോൺ എടുക്കുന്നോളാ. അതെന്താന്നറിയോ കാക്കോയ്? ഉറങ്ങിപ്പോയിന്ന് പറയാനല്ലേ? അതെനിക്ക് മനസ്സിലായി. അല്ല, പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവാ. ഇതെന്നേലും തീരും എൻ്റെ പൊന്നും ആളെ. തീർന്നത് നിങ്ങളെ നാട്ടിലെത്തിയാലൊക്കെ തീരും. അതെന്തപ്പോ ക്ഷീണം മാറാൻ ഞാൻ വന്നിട്ട് എന്താക്കാനാ? നമ്മിക്ക വന്നിട്ട് നമ്മൾ ടൂറൊക്കെ പോവല്ലോ. എൻ്റെ പൊന്നു മോളെ, ഞാൻ ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെയാ. അങ്ങനെയൊന്നും പറയല്ലേ, വെറുതെ പറഞ്ഞല്ലേ. നല്ല ഫോൺ എടുക്കാതിരുന്ന ഒരു വല്ലാത്തൊരു ഇതായി പോയി. എന്നാലും സാരമില്ല, നമുക്ക് അടുത്തതിന് പരിഹരിക്കാട്ടോ. ബാക്കിയുള്ള ടൈമിലൊന്നും ഞാൻ ഫോൺ എടുക്കൂല. സാരമില്ല. നിങ്ങളെ മുൻകൂട്ടി പറയണ്ട കാക്കു ഞാൻ ഇന്ന് പോകുന്നു. ഉറങ്ങാണ്ട് നിങ്ങളെ നോക്കിയിരിക്കും ഞാൻ. അങ്ങനെ നോക്കി അവിടെ മേലേക്ക് നോക്കിയിരുന്നു.